ഹലോ ഫ്രണ്ട്സ്, മനു ഗ്ലോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തെന്മല കാണാൻ പോയേക്കുകയായിരുന്നേ. തെന്മല കൊല്ലം ചെങ്കോട്ട പാതയുടെയും തിരുവനന്തപുരം ചെങ്കോട്ട റോഡിൻ്റെയും സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ വലിയ മലനിരകൾ ഉൾക്കൊള്ളുന്ന 10 ഇക്കോ ടൂറിസം സ്ഥലങ്ങളുണ്ട് ഇവിടെ. തെന്മല എന്നത് ഹണി ഹിൽ എന്നാണ് വിവർത്തനം ചെയ്യുന്നത്. അതിനാൽ ഉയർന്ന നിലവാരമുള്ള തേൻ ഈ പ്രദേശത്ത് നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒത്തിരി ഈ വനങ്ങളുള്ളത് കൊണ്ട് റബ്ബർ മരത്തോട്ടങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ആകെയുള്ളത് ലോകത്തിലെ ഏറ്റവും മികച്ച പരിസ്ഥിതി സൗഹൃദ പദ്ധതികളിലൊന്നായി വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ തെന്മല. അങ്ങനെ തെന്മല നല്ല പ്രശസ്തി ആർജിച്ച ഒരു സ്ഥലമാണ്. ഭയങ്കര കാടാണ്, പക്ഷെ നല്ല ആസ്വദിക്കാൻ ഒത്തിരി ഉണ്ട്. അവിടെ നമ്മൾ ചെന്നിട്ട് അവിടുന്ന് ഒരു അഡ്വഞ്ചർ പാർക്കൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ കാട്ടിൽ കൂടെ നമുക്ക് നടന്ന് കാണാനുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മരത്തടിയിൽ കൂടെ ഇങ്ങനെ നടന്ന് കുറേ പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇരുമ്പിൻ്റെ പടിപടിയായിട്ട് ഇരുമ്പാണ് അവിടെ കൂടുതലും നമുക്ക് സ്റ്റെപ്പ് കയറാനായിട്ട് വെച്ചേക്കുന്നത്. ഇരുമ്പിൻ്റെ പടി പോലെയുള്ള ഇതുണ്ട്. അതിൽ നമ്മൾ കയറി കുറേ ദൂരം കയറി പോകാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. ഇങ്ങനെ മൊത്തം കാടെല്ലാം കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ആ സ്റ്റെപ്പ് കാണാനും നല്ല രസമാണ് കയറി പോകുന്നത്. അങ്ങനെ കാടെല്ലാം കണ്ട് നമുക്ക് അവിടെ നിന്ന് ഒത്തിരി ആസ്വദിക്കാനുണ്ട്. പിന്നെ പക്ഷികളുടെ കളകളാരവും നല്ല ഭംഗിയാട്ടോ. ഞങ്ങളൊരു മഴയില്ലായിരുന്നു, അതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷമായിരുന്നു. നല്ല തണുത്ത സ്ഥലമായിട്ട് കിടക്കുകയായിരുന്നു. ഒട്ടും നമുക്ക് ചൂട് തോന്നിക്കുന്നില്ല. പിന്നെ അവിടെ എല്ലാം കയറി കണ്ടിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങി വരണം. കുറച്ച് നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി വരാനും വലിയ ബുദ്ധിമുട്ടില്ല, നല്ല വഴിയായിട്ടുണ്ട്. അവിടെ ഇങ്ങനെ അഡ്വഞ്ചർ സോണാണുള്ളത്. ഒത്തിരി കളിക്കാനും നമുക്ക് കയറാനും നെറ്റേക്കടെ പോകാൻ, പിന്നെ വല പോലെയുള്ള ഇതിലേക്ക് ചവിട്ടി കയറാം. പിന്നെ ഒരു താമരക്കുളമുണ്ട്. പിന്നെ ചെറിയൊരു പൂള് പോലെയുണ്ട്. പൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തടാകത്തിൻ്റെ ഇതുപോലെ. അവിടെ ഒത്തിരി മീനുണ്ട്, നല്ല വളർത്തുമീൻ. നല്ല രസമുണ്ട് കേട്ടോ. മീനൊക്കെ നമുക്ക് ഭക്ഷണവും കൊടുത്തിട്ട് ഇങ്ങനെ അതെല്ലാം നമ്മുടെ അടുത്തോട്ട് വരും. അതിനിങ്ങനെ തൊട്ട് തലോടാൻ നമുക്ക് പറ്റും. പിന്നെ അവിടെ ഒരു ഫൈബറിൻ്റെ ഒരു സംഭവം, അതെന്താ പേരെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. അതിലിങ്ങനെ പിള്ളേരെല്ലാം കയറി ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ട്. ഞാനും കയറാനായിട്ടൊക്കെ ഒന്ന് നോക്കി, പക്ഷേ എനിക്കത്രയും പറ്റിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നെറ്റ് ഉണ്ടായിരുന്നു. നെറ്റിൽ കൂടെ ഇങ്ങനെ നമുക്കിങ്ങനെ മേളിൽ വരെ പോകാം. ഞാൻ മേളിലൊന്നും വരെ പോയില്ല, കുറച്ചൊക്കെ നെറ്റിക്കടെ കയറി. നല്ല രസമുണ്ട്, കയറാനൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ചെരുപ്പിടാതെ കയറുമ്പോൾ നമുക്ക് കാലിൻ്റെ പാദം നല്ല വേദന എടുക്കും. പക്ഷെ കയറാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഞാനങ്ങനെ കുറച്ചൊക്കെ കയറി അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു. കാരണം അത് ഞാനിങ്ങനെ നെറ്റിക്കടെ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് കയറി. പക്ഷെ കയറാൻ എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു, ഞാൻ കയറുകയും ചെയ്തു. കുറേയൊക്കെ കയറിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഊഞ്ഞാൽ പോലെയുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അപ്പോൾ അത് നമ്മളിങ്ങനെ ചവിട്ടി പിടിച്ച് ഒരു ബാലൻസിൽ കയറണം. പക്ഷെ നമുക്ക് പേടിയൊന്നുമില്ല, കയറാൻ പറ്റും കേട്ടോ. ഒരു ബാലൻസ് അതിനെല്ലാം വേണ്ടത്. ആ ബാലൻസിൽ നമ്മളിങ്ങനെ തുള്ളിയാണ് പോകുന്നത്. പക്ഷെ ബാലൻസ് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഊഞ്ഞാലിക്കടെ ഇങ്ങനെ കയറി ഇപ്പോൾ എന്തായാലും ഒരു അഡ്വഞ്ചർ പാർക്കാണ്, നല്ല രസമുണ്ട്. ഞാനും കുറേയൊക്കെ ആസ്വദിച്ച് അതിൽ ഞാൻ ഫുള്ള് കയറി അപ്പുറത്തോട്ട് പോയി തിരിച്ച് ഇപ്പുറത്തേക്കടെ ഇറങ്ങി വരാം. കുറച്ച് ദൂരമേ ഉള്ളൂ, ഒത്തിരി ദൂരമൊന്നുമില്ല. അതിലൂടെ കയറി അങ്ങനെ കുറേ പേര് കാണാനും വന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം. അങ്ങനെ കയറി പിന്നെ അടുത്തതൊരു നെറ്റ് കയറാനായിട്ട്. അപ്പോൾ അതിനകത്തോട്ട് കയറി നമ്മൾ മേളിലോട്ട് കയറി പോകണം. സ്റ്റെപ്പ് കയറിയിട്ട് നെറ്റിൻ്റെ അകത്തൂടെ കയറണം. അത് ആദ്യം കയറിപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്ത് ഇതൊരു വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അത്. പക്ഷേ നമ്മൾ കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കാലും നമുക്ക് അതേ ഉള്ളൊരു ബുദ്ധിമുട്ട്. കാലിന് നമുക്ക് നടക്കുമ്പോൾ ഈ നെറ്റയിലേക്ക് പിടിക്കുമ്പോൾ ഒരു വേദന ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് കയർ അത്. അപ്പോൾ അതേ ചവിട്ടുമ്പോഴുള്ള വേദന, അല്ലാതെ നമുക്ക് പേടിക്കാനില്ല. എന്തായാലും നമ്മൾ താഴെ വീഴത്തില്ല. കാരണം ഇങ്ങനെ ഫുള്ള് നെറ്റുണ്ടല്ലോ, ഒരു നെറ്റിൽ പിടിച്ചെടുക്കുന്ന പോലെ കൂട് പോലെയാണ്, പൊട്ടിപ്പോരത്തൊന്നുമില്ല. കാല് നമുക്ക് വിരലിടുമ്പോൾ ഒരു ചെറിയൊരു അത് നമ്മൾ ചെരുപ്പിട്ട് എപ്പോഴും ശീലിച്ചത് കൊണ്ടായിരിക്കും ആ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അഡ്വഞ്ചറായിരുന്നു. ഇതും ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. അപ്പോൾ ഞാനും കയറി കുഴപ്പമില്ലാതെ മേളിൽ വരെ ചെന്നു. മേളിൽ ചെന്നിട്ട് നമുക്ക് അവിടെ ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിലേക്ക് കയറി പിടിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹൈറ്റിലാണ്. അപ്പോൾ നമ്മൾ ഹൈറ്റിൽ ചെന്നിട്ട് നമ്മൾ കാല് പൊക്കി വെക്കണം. അപ്പോൾ പൊക്കി വെക്കുമ്പോൾ ഒരു പേടി, താഴോട്ട് പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു പേടിയാണ്. പക്ഷെ പൊട്ടത്തില്ല എന്നറിയാം, എന്നാലും നമുക്കൊരു പേടിയുണ്ട്.
അങ്ങനെ അവിടെ 2 പേരുണ്ടായിരുന്നു. അവരെന്നെ വലിച്ച് കയറ്റി. പക്ഷേ ഞാനും വിചാരിച്ചില്ല അത്രയും കയറുമെന്ന്. പക്ഷേ ആ ഹൈറ്റ് കണ്ടപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു. കയറാൻ ഇച്ചിരി പണി പെട്ടു. പേടിച്ചു പോയി. ഇനി നെറ്റോടുകൂടി കണ്ടിച്ചെടുക്കേണ്ടി വരുമോ എന്ന്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വലിഞ്ഞ് എന്തായാലും അവരുടെ ഒരു സഹായവും കൂടെ കൂടി എന്നെ ഒത്തിരി പിടിച്ച് കയറ്റാൻ നോക്കിയപ്പോൾ അവനെ പിടിച്ചാൽ ഞാൻ കയറത്തില്ല. കാരണം എനിക്കും വെയിറ്റ് ഉണ്ടല്ലോ. പക്ഷേ ഞാനത് കാലെടുത്ത് വെച്ച് അങ്ങനെ ഞാനങ്ങ് കയറി ഏതായാലും രക്ഷപ്പെട്ടു. കുഴപ്പമില്ലാതെ താഴോട്ട് ഇറങ്ങി വന്നു. കുഴപ്പമില്ലായിരുന്നു. അതും നല്ലതായിരുന്നു. ഇനി എനിക്ക് കയറാനൊന്നും പേടിയില്ല. ഒരു പ്രാവശ്യം നമ്മൾ ആദ്യമായിട്ട് കയറിയപ്പോൾ ഉള്ളൊരു പേടിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് വേറൊരു ഇതായിരുന്നു, സിപ്പ് ലൈൻ പോലെ. പക്ഷേ അത് അവിടെ വർക്കിംഗ് അല്ലായിരുന്നു. സിപ്പ് ലൈനിൽ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് അത് മാറ്റി വെച്ചേക്കുകയായിരുന്നു. പിന്നെ അവിടം വരെ ഒന്ന് ചുമ്മാ കയറി നോക്കിയെന്നേ ഉള്ളൂ. അതിലിങ്ങനെ കയറി പോകാമായിരുന്നു. പക്ഷെ അത് എന്തോ വർക്കിംഗ് അല്ല. അപ്പോൾ അതവരവിടെ അഴിച്ചു വെച്ചേക്കായിരുന്നു ഫ്രണ്ടിലുള്ള സംഭവം. അപ്പോൾ അത് കാരണം അത് കയറിയില്ല. അതിൽ നിന്നും പക്ഷേ അത് കഴിഞ്ഞ് ആ ഫൈബറിൻ്റെ റോള് പോലത്തെ സംഭവത്തിൽ ഞാൻ കുറച്ച് നേരം കയറി ഇരുന്നു. പക്ഷെ അത് ബാലൻസ് എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ കയറിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാം കണ്ട് കുറേ പിള്ളേരൊക്കെ എല്ലാ സമയവും കയറുന്നതെല്ലാം കണ്ട് ആസ്വദിച്ച് കുറേ നേരം അവിടെയൊക്കെ നിന്ന് കുറേ കണ്ട് എല്ലാ റൗണ്ട് പോലത്തെ സംഭവമുണ്ട്. അതൊരു പ്രത്യേകതയുള്ളതാണ്. അതിലും കണ്ടെല്ലാം കണ്ടിങ്ങനെ പോന്നു. നല്ല ഭംഗിയുണ്ട്. എല്ലാം നല്ല രസമുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്.